അപ്പം ഹലോ ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. യാസിൻ വ്ളോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ ഗേൾസ് ആയിട്ട് വന്നേക്കാണ്. ഇതൊക്കെ എൻ്റെ ഗേൾസ് ആട്ടോ, ഒക്കെ നമ്മൾ തന്നെ. അപ്പം ഞാൻ പരിചയപ്പെടുത്താം. ഇത് പിന്നെ അറിയാലോ, ഐഷ ദർവേഷ് ഫ്രം ആലപ്പുഴ. ഹലോ പറയും. ഹലോ 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 ഹലോ. ഇനി ആരും വീട് സ്ഥലം ഒന്നും ചോദിക്കണ്ട, അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി അത് വേണ്ട. ഇത് സുബാൻ കേട്ടോ, തിരുവനന്തപുരം അല്ല, കൊല്ലം. കൊല്ലം. ഓക്കെ. അപ്പൊ ഇത് ഐശ്വര്യ മോളാണ്, നമ്മൾ ഐശു എന്ന് വിളിക്കും. ഇത് കോഴിക്കോടാട്ടോ. കോഴിക്കോടാണ്. ഇത് അതുല്യൊക്കെ ഭയങ്കര നാളെ. അതുല്യം കോഴിക്കോടാ അല്ലേ? ഇനി ഇത് കാവ്യ. ഹലോ പറയും. അപ്പം ഇതൊക്കെയാണ് നമ്മളുടെ ഫ്രണ്ട് സർക്കിൾ. കാവ്യ കോട്ടയത്തുനിന്ന്. ഇതൊക്കെയാണ്. അപ്പം നമ്മള് 6 കൊല്ലമായി ഇപ്പൊ എല്ലാവരും ഒരുമിച്ച്. 6 കൊല്ലത്തൊരു ജേണിയാണ്. ഒരാളും കൂടി വരാനുണ്ട്, പക്ഷേ ഭയങ്കര പഞ്ചായത്തി തന്നെ എത്തിയില്ല. കുറച്ച് പണിയും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്പു നമ്മിപ്പോ ഐലൻഡിലാട്ടോ. നിങ്ങളൊന്ന് വന്നേ. നമ്മളൊന്നും എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് എന്ന് വെച്ചാൽ ഇത്ര ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് നമ്മളൊന്നൊരു പിക്നിക് പോലെ എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ ചുറ്റാ, ഒരു റോമിങ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഒരുമിച്ച്, അങ്ങനെയൊക്കെ ഉദ്ദേശത്തിൽ വന്നാണ് കേട്ടോ. അപ്പം ഓക്കെ. അപ്പം ഇന്നെന്താ പറയാ, ഞാൻ വീഡിയോ എടുത്ത് പകുതി കാണിച്ചിട്ടില്ല അല്ലേ? അപ്പം ഇനി ഇവിടെ നമ്മള് അതെന്താ പറയാ, നമ്മൾ സിറ്റിന്ന് ബോട്ട് പിടിച്ച് എത്തിയത് കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാട്ടോ. ഓക്കെ. ഹോസ്പിറ്റലിൽ വേഗം ഇറങ്ങി ഓടിട്ടോ. സുബു ഇന്ന് പുതിയ കോസ്റ്റ്യൂമാണ്. ഐഷനെ നോക്കൂ, പ്രെറ്റി ഗേൾ. ഐഷ ദർവേഷ്, കാവ്യ നിനക്കെന്താ വീഡിയോയിൽ വരെ എത്ര നാണോ? ഓടി. കാവ്യ ആദ്യമായിട്ട് തോന്നുന്നു വീഡിയോ. ഇല്ല, 2ാമത്തെ വീഡിയോ അല്ല, പക്ഷെ കാവ്യ നാണാണ്, ശരിയാക്കണമെങ്കിൽ. ബാക്കിയുള്ള 2 പേര് ഓണത്തിൻ്റെ കടയിൽ ഉറ്റു കച്ചവടം നടത്താൻ ഓടി അല്ലേ? അപ്പം നമ്മളടുത്ത് ജോയിൻ ചെയ്യുമായിരിക്കും അവര്, അറിയത്തില്ല. ബട്ട് വെരി ലേറ്റ്. നമ്മളിന്നും ഒരു ബോട്ട് ട്രിപ്പ് പോകണം. ഐഷുമാന്റെ കോസ്റ്റ്യൂമും സുബുവിന്റെ കോസ്റ്റ്യൂമും കാവ്യന്റെ കോസ്റ്റ്യൂമും ഒക്കെ അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്റെ 15 ജാക്കറ്റ്. എനിക്ക് തണുപ്പ് സഹിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ്. ഇത് നോക്ക്, ഒരാളുടെ മാച്ചിങ് ബാഗ് എല്ലാം ഉണ്ട് കേട്ടോ. മാച്ച് ബാഗ്. ഒരാളിവിടെ ഒറ്റക്ക് എത്തി. നമുക്ക് ബോട്ടിൽ കയറിയാലോ? അല്ല ഐശ്വര്യ, ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം. ഡോർ അടക്കുന്നവരെയും വെയിറ്റ് ചെയ്യാം. 2 പെണ്ണുങ്ങളുണ്ട് ഇനിയും. 2 ഗേൾസ് മോർ. പോയി വിളിച്ചിട്ട് വാ. 5 കയറി. പാത്രം ഉണ്ട്, ഐഷ എടുത്തിട്ടുണ്ട്. അവൾക്ക് ഐഷ സെറ്റപ്പ് ആക്കിയിട്ടാണ്. പെപ്സി വാങ്ങിയിട്ടില്ല, പക്ഷെ വെള്ളമുണ്ട്. നിങ്ങൾ മേടിച്ചൂടേനു. സുബ തൊപ്പി. ഞങ്ങൾ മാച്ചില്ലേ കപ്പിൾസ്. ഇവിടെ ഷിൻഷിതയുടെ സ്നേഹപ്രകടനം കഴിഞ്ഞു. ഇന്ന് ഭയങ്കര തണുപ്പില്ലേ? തണുപ്പ് കുറവല്ലേ? ഇന്ന് തണുപ്പ് കൂടുതലാണ്. അന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ഭയങ്കര തണുപ്പ്. ഓഫ് ചെയ്യല്ലേ? അങ്ങനെ ഐഷത് ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അടിപൊളിയായിട്ട്. ഇവിടെ കുറെ പേര് ഇരിക്കുന്നുണ്ട്. ഇയാളില്ലേ, ഇയാളത് അവിടെ ആയിരുന്നു ഇരുന്നിരുന്നേ. എന്നിട്ട് ഇപ്പൊ നമ്മളെ കണ്ടപ്പോ ഇവിടെ വന്നിരിക്കുന്നത് കോഴി. ഈ റഷ്യക്കാരൻ നിന്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന കണ്ണാടി വെച്ച് കൂടി ഇരിക്കുന്നുണ്ട്.
നമ്മളിവിടെ വന്ന് ഇറങ്ങി. നമ്മളൊന്ന് എല്ലാവരും ഐറ്റം പിക്നിക്കിന് വന്നിരിക്കുക. ആ സുബാനെ ഓടിക്കുക. എവിടെ പോണ്ടേ സുബു? അവിടെ ഇങ്ങനെ ഷീറ്റ് അടിച്ചിട്ട് എന്തോ സാധനം കണ്ട, അത് പോയി നോക്കിയിട്ട് വന്നാലോ? എല്ലാവരും നേരം നേരം ഇത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ലംബ് വന്നിട്ടില്ലേ ഫുഡ് കഴിക്കുന്നത്? അല്ല, അതൊന്ന് വെറുതെ നോക്കി. ഇവിടെ എത്തിയതപ്പോൾ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി എന്താണ് പ്ലാൻ എന്ന് ചോദിച്ചാൽ പ്ലാൻ ഒന്നുമേ ഇല്ല. ഇതിലൊക്കെ ഫുഡ്, നമ്മൾക്ക് കുടിക്കാനുള്ള സാധനങ്ങൾ, പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഫാമിൽ കാണിച്ചു കൊടുക്ക്. നമ്മളില്ലേ ആക്ച്വലി വേറൊരു ഐലൻഡിൽ പോവാം. നല്ല കാലാവസ്ഥയും ടെമ്പറേച്ചറും കേട്ടോ. നമ്മൾ ആക്ച്വലി വേറെ ഐലൻഡിൽ പോവാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ ആ ഹോസ്പിറ്റലിൻ്റെ ഇത് കഴിഞ്ഞില്ല. മനസ്സിലായ? അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു 11 മണിക്കെങ്കിലും ബോട്ട് പിടിക്കണം, എന്നാലേ അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ. പോവാം നമുക്ക്, പക്ഷെ തിരിച്ചു വരാൻ പറ്റില്ല. അന്ന് സ്റ്റേ ചെയ്യണം അവിടെ. അപ്പം അങ്ങനെ അമ്മച്ചി എവിടെ പോയിട്ട് ഹായ് കാണിച്ചു. കുറച്ച് ഭയങ്കര പ്രായമല്ല നോക്കട്ടെ, നോക്കി നോക്കാം. അപ്പം ഇതൊക്കെയാണ് പ്ലാൻ. ആരൊക്കെയോ നോക്കുന്നത്. നമുക്ക് ഇങ്ങനെ ആരെങ്കിലും കമ്പനി അടിച്ചിട്ട് ഒരു വീട്ടില് സംഭവം എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്ലാനൊന്നുമില്ല. ഇവിടെ ഒരു പിക്നിക്കിന് വന്നതാണ്. അപ്പം ഇവർക്ക് ഈ ഐലൻഡ് ഒന്ന് കാണുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഈ ഐലൻഡിൽ വന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ ഫ്രണ്ട്സിനും ഇതൊക്കെ ഒന്ന് കാണുക. അതിനുശേഷം ഞങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണം എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് നല്ല രീതിയിൽ കഴിക്കുക. ഇതാണ് ഇപ്പോൾ നമ്മളെ ഒരു പ്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ പരിചയപ്പെട്ട് അവരെ കൂടെ വീഡിയോ എടുക്കുക, അവരെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുക എന്നാണ് നമ്മളെ ഒരു ആഗ്രഹം. ഗൈസ്, ഇപ്പം ഇവിടെ ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റിങ്, നല്ലൊരു ഏരിയ. ഇവിടെ നല്ല പിക്ക് അടിക്കാം. അപ്പം ഇവരെ പിക്ക് ഞാൻ കാണിക്കാം വേണമെങ്കിൽ. ഇവിടെ നിന്ന് എടുത്ത ഈ ഭംഗിയല്ല കേട്ടോ, ഇതിൽ ഭയങ്കര ഭംഗിയുണ്ട്. ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസിന് ഷിങ്കൊക്കെ പുതിയ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫോട്ടോ എടുക്കുമ്പോഴോ? അപ്പൊ ഇത് ഇൻസ്റ്റഗ്രാമിൽ ഇടാനല്ലേ എടുക്കുന്നത്? എന്തിന് നമ്മള് യാസിനിക്കാനെയും ഷിങ്കുനെയും ഫോട്ടോഷൂട്ട്. നമ്മള് ഫോട്ടോ സെക്ഷൻ ആയിരുന്നു, ഗംഭീര ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. മിക്ക അടിപൊളിയായിട്ട് എല്ലാവർക്കും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഫോട്ടോഗ്രാഫ് ഐഷ ആൻഡ് സുബാന നമുക്ക് എടുത്തു തന്നിട്ടുണ്ട്. അടിപൊളി ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഇടുമെന്നൊന്നും അറിയില്ല. ഇടൂല അല്ലേ നിങ്ങൾ? എൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? അല്ലല്ല. അപ്പം നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം നമ്മളിങ്ങനെ തെണ്ടാൻ പോവാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ക്ഷീണിക്കുമ്പോൾ ഫുഡ് കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ ഷിങ്കു വ്ളോഗ്സ് ആണ് സംസാരിച്ച് എത്ര നേരം. ഇനി യാസിൻ വ്ളോഗ്, ഞാൻ വ്ളോഗ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യാറ് എന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിലൂടെ നടക്കുന്നത്. ഇവിടുത്തെ റോഡും കാര്യങ്ങളൊന്നും ഇതുവരെ ടാറിട്ടും തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇങ്ങനെ മണ്ണിലാണ് റോഡ് ഫുള്ള് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എല്ലാം ഒരു ബ്ലാക്ക് സോയിലാട്ടോ ഇവിടെ കാണുന്നത്. അതുപോലെ എല്ലാ വീടുകളും ഇവിടെ ഒരു ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മരം കൊണ്ടാണ്. കംപ്ലീറ്റ്ലി ഈ ഏരിയ മൊത്തം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മരം കൊണ്ടാണ്. ഗേറ്റും എല്ലാം മരം കൊണ്ടാണ്. പോസ്റ്റ് കണ്ടില്ലേ, പോസ്റ്റ് വരെ മരം കൊണ്ടാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പം ആപ്പിള് അതാ ഫുള്ള്. അമ്മച്ചീനെ വിളിക്ക്. ഏതോ വീട്ടിലത്തെ അമ്മച്ചി തല്ല് കിട്ടും. നല്ല ആപ്പിളായിരുന്നു, പക്ഷെ ഇപ്പം പറിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നണേ. ഈ വീട്ടിലൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവർ കളർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ച, മഞ്ഞ, നീല ഇങ്ങനെയൊക്കെയാണ്. ഇതുണ്ട്. അവിടെ ഒരു വല്യപ്പൻ നിൽക്കുന്നുണ്ട്. വാ, വല്യപ്പനെ പിടിക്കാം. അവിടെ 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 ഇതാ അവിടെ അവിടെ ഒരു കടയുണ്ട് കേട്ടോ. എന്നാല് ആപ്പിള് കൊള്ളാട്ടോ. അപ്പം ഇത് മരങ്ങള് ഇങ്ങനെ കൂട്ടി വെച്ച വിന്റർ ആകുമ്പോഴത്തേക്കും ഓർക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ, ചൂട് കിട്ടാൻ. അപ്പം ഇതിങ്ങനെ
ഒരു ചിമ്മിണി പോലത്തെ സാധനത്തിൽ ഇങ്ങനെ ഇട്ട് കത്തിച്ചിട്ട് ഹീറ്റിംഗ് കിട്ടും അല്ലേ, എന്താ പറയാ? ഇത് പോസ്റ്റ് കാർഡ്സ് അങ്ങനത്തെ ഇതൊക്കെ ഇടുന്ന അവിടെ ഉണ്ട്. ഇങ്ങോട്ട് കാണിച്ചാ പോസ്റ്റ് എഴുതിയിട്ടുണ്ട്. പോസ്റ്റ് ബോക്സ് കണ്ടോ? പട്ടിന് നല്ല കോരുണ്ട്. എന്താ പട്ടീന് നല്ല കോര കേൾക്കുന്നുണ്ടല്ലേ. കാറ് വരുന്നുണ്ട്. അടിപൊളിയായിട്ട് വീടെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. നോക്ക് പാത്തുവ പട്ടി. അയ്യോ, അപ്പം ഇനി മുതൽ കുറച്ച് വോയിസ് ഓവർ ആയിരിക്കും നിങ്ങൾ കേൾക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മൈക്ക് അറിയാണ്ട് മ്യൂട്ടായി പോയി. ഞാൻ മൈക്ക് അറിയാണ്ട് മ്യൂട്ട് ചെയ്ത് പോയി ഗൈസ്. അപ്പോൾ വലിയ കാര്യത്തിൽ എനിക്ക് മൈക്കൊക്കെ ഫിറ്റ് ചെയ്ത് തന്നതാട്ടോ. എന്നിട്ട് പിന്നെ ഓൺ ആക്കിയില്ല, അതാ പ്രശ്നം വന്നത്. ഓൺ ആക്കിയിരുന്നു, പക്ഷെ മൈക്കിലൊരു ഓപ്ഷൻ ഉണ്ട് മ്യൂട്ട് ആക്കാനുള്ളത്. അത് എന്തിനാണ് ആ ഓപ്ഷൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഓ ശരിയാണല്ലേ, 2 മൈക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ ഒരു മൈക്ക് മ്യൂട്ടാക്കാനായിരിക്കും ആ ഓപ്ഷൻ. എന്തായാലും മ്യൂട്ടായിപ്പോയി. ഇപ്പം ഞങ്ങൾ ഫുഡ് എവിടെ നിന്നെങ്കിലും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ച് സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആയിഷ ഒരു അഭിപ്രായം പറയും, സുബ്ഹാന വേറൊരു അഭിപ്രായം പറയും, ഞങ്ങളൊരു അഭിപ്രായം പറയും. ഭയങ്കര തണുപ്പാണ്, പക്ഷെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം. കാണുന്ന സ്ഥലമൊന്നും ബോധിക്കുന്നില്ല ആർക്കാർക്കും. അങ്ങനെ ഒരാൾ കാണുന്ന സ്ഥലം ഒരാൾക്ക് ബോധിക്കുന്നില്ല, അടുത്ത ആൾ കാണുന്ന സ്ഥലം അവർക്ക് ബോധിക്കുന്നില്ല. ഒരാൾക്ക് ഗ്രൗണ്ട് പോലത്തെ സ്ഥലം വേണം, ഒരാൾക്ക് ഇത് വിരിച്ച് 4 ആംഗിളിൽ നിന്ന് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലം വേണം. അങ്ങനെ ഞങ്ങൾ ഒരുപാട്. എന്നാലോ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. കാരണം ഈ ഡ്യൂട്ടി കഴിഞ്ഞ് ഈ ഹോസ്പിറ്റലിൻ്റെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. ബോട്ട് പോകുന്നൊക്കെ പേടിച്ചിട്ട് അവിടുന്ന് ഓടി ഇങ്ങോട്ടാണ് വന്നത്, മനസ്സിലായോ? അങ്ങനെ ഞങ്ങളൊരു സ്ഥലം കണ്ടുപിടിച്ച് ആദ്യം ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കുന്നില്ല എന്ന് തീരുമാനിച്ച്. ഒരു വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സെറ്റപ്പ് അല്ല, എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ളൊരു സൗകര്യം ഇല്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടപ്പോൾ ആ പലകയിൽ ഇരിക്കാമെന്നൊക്കെ വിചാരിച്ചു. പിന്നീട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് ഇവിടെ ഇരിക്കാം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു ഇവിടെ ഇരിക്കേണ്ട, അപ്പുറത്ത് പോയി നോക്കാം. അങ്ങനെ കുറേ ഡിസ്കഷൻ ആയിരുന്നു. ആ സമയത്തുള്ള മൂമെൻറ്റ്സ് വർത്താനൊക്കെ നല്ല വിറ്റായിരുന്നു, കോമഡി ആയിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പറ്റില്ല, കാരണം ഫുള്ള് ഞാൻ മ്യൂട്ടാക്കി പോയി. അങ്ങനെ ഫൈനലി നമ്മൾ അവസാനം ഈ സ്ഥലത്ത് തന്നെ ഇരിക്കാന്ന് തീരുമാനിച്ച്. പക്ഷെ ഈ കാണുന്ന വെയിലൊന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ, മുട്ടൻ തണുപ്പാണ്. ഒടുക്കത്തെ തണുപ്പ് എന്ന് വെച്ചാൽ ഒടുക്കത്തെ തണുപ്പാണ്. കാണുമ്പോൾ വിചാരിക്കുക നല്ല വെയിലാ, നല്ല കാലാവസ്ഥ, ഒന്നും പറയണ്ട. ഭയങ്കര തണുപ്പ് എന്ന് വെച്ചാൽ ഇമ്മാതിരി തണുപ്പ്. പിക്നിക് എന്നും പറഞ്ഞ് പോയിട്ട് ഇങ്ങനത്തെ ഒരു കഷ്ടപ്പെട്ട് ഇതുവരെ നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. സത്യം ഭയങ്കര തണുപ്പേനു. പിന്നെ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പുരയിന്ന് മാറ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു സാധനം, അത് വെച്ച് നെയ്ച്ചോറ് ഷിങ്കു ഇവിടെ നിന്ന് ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ നെയ്ച്ചോറ് ഞങ്ങൾ കൊണ്ടുവന്ന്, ആയിഷ അവിടെ നിന്ന് കോഴിക്കറി കൊണ്ടുവന്ന്, പിന്നെ വേറൊരാൾ എന്ത് കറി കൊണ്ടുവന്ന് അച്ചാറ് കൊണ്ടുവന്ന്, പിന്നെ ഒരാൾക്ക് അതിൽ ആയുർവേദത്തിന്റെ മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് പത്യാണ്. അപ്പം നമ്മൾ കോളിഫ്ലവറും കറിയൊക്കെ കൊണ്ടുവന്നിരുന്നു. അച്ചാറ്, കോളിഫ്ലവർ, പരിപ്പ് കറി, പരിപ്പും പയറും കൂടി മിക്സ് ചെയ്തിട്ടൊരു കറി. അങ്ങനെ ഒരു 3 കറി ഉണ്ടായിരുന്നു. പെപ്സി, പിന്നെ പ്ലേറ്റ്, ഗ്ലാസ്. അപ്പൊ ആയിഷയാണ് മുൻകടലിൽ നിന്നിട്ട് ഇതൊക്കെ ചെയ്യുന്ന കേട്ടോ. ബാക്കി എല്ലാവരും മടിച്ചാണെന്ന് തോന്നുന്നു അല്ലേ? ഈ വീഡിയോ ബാക്കിയുള്ളവർ ഷിങ്കാണ് മെയിൻ മടിച്ച്. തലശ്ശേരി അച്ചാറൊക്കെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം എൻ്റെ വർത്താനൊക്കെ കേൾക്കേണ്ടിയിരുന്നു, പക്ഷെ എന്ത് ചെയ്യാനാ, സൗണ്ട് ഇല്ലാണ്ടായി പോയല്ലോ. അച്ചാറും വെജിറ്റബിൾ അച്ചാറാന്ന് തോന്നുന്നു. അച്ചാർ വെജിറ്റബിൾ അച്ചാർ എന്തോ വെജിറ്റബിൾ അച്ചാറായിരുന്നു. അതന്നെ മിക്സ് കല്യാണ വെജിറ്റബിൾ അച്ചാർ എന്നാണ് ഇതിന് പറയുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഇഷ്ടപ്പെട്ടു. ഷിങ്കൊക്കെ ഒരു സീറ്റ് കിട്ടിയപ്പോൾ തന്നെ അവിടെ തന്നെ ഇരുന്ന് സെറ്റ് ആവാനുള്ള പരിപാടിയാണ്. ഞാനാണല്ലോ ആദ്യം ഇരിക്കുന്നുണ്ട്. ചെക്കിന്റെ ആൾക്കാർ ഞാനാണല്ലോ, ഞാനാദ്യം കയറിയിരുന്നു. ഞാനിരിക്കുള്ള സീറ്റൊക്കെ കണ്ടുപിടിച്ച് വിരിച്ച് പ്ലേറ്റ് ഒക്കെ സെറ്റാക്കി ഞാനാദ്യം. പക്ഷെ ആയിഷ വെറുതെ വിട്ടില്ല, പണിയെടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഫുള്ള് പണി തുടങ്ങി. ഇതിൽ ഒരാൾ മാത്രം ചെരുപ്പിട്ട് വന്നിനു. ആ ആളെ അവസ്ഥ കുറച്ച് ഞാൻ കാണിച്ചു തരാം. കാലൊക്കെ കൂടി ഈ കാണുന്നൊന്നല്ലേ, ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്തൊരു വെയിൽ, എന്തൊരു സുഖമുള്ള കാലാവസ്ഥ. പക്ഷെ ഒടുക്കത്ത എന്തായിരുന്നു തണുപ്പ്, കൈയെല്ലാം മരവിച്ച് കോച്ച് പോയി. ഫുഡൊന്നും കഴിച്ചിട്ട് അറിയുന്നേ ഇല്ല. ആ രംഗങ്ങൾ കാണിച്ചു തരാം കേട്ടോ, ഒരു മിനിറ്റ്.
ഇത്രയും നേരം ഞാൻ മൈക്ക് അറിയാതെ മ്യൂട്ടാക്കി പോയി, അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. ശിങ്കു അവിടുന്ന് മാറിയിരിക്കണം. എല്ലാ വ്യൂവും നീ കണ്ടേ കളഞ്ഞു. അപ്പം ഇതാട്ടോ ചോറ് റെഡി, കുറച്ച് കട്ട പിടിച്ചിട്ടുണ്ട്. നല്ല കിടിലൻ വ്യൂ ആണ്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. ഇപ്പോൾ ഇവിടെ ഒരു 4 ഡിഗ്രി ഉണ്ടാവും. തണുപ്പ് കൂടുതലാണ് ഭയങ്കരമായിട്ട്. ഇവർക്കിതൊന്നും തണുപ്പല്ല എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഇവിടെ -37 വരെയൊക്കെ വരും. ഇവിടെ -37 വരെ പോവില്ലേ? അതുകൊണ്ട് ഇവർക്കിതൊന്നും ഒരു തണുപ്പല്ല. അതെന്താ അതിൽ മാത്രം കുറച്ച് അധികം? തണുപ്പ് കൂടിയുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് അടുത്ത ആളെ കൊടുത്തു. ഞാൻ വീണ്ടും പൊട്ടനായി. ഞാൻ വീണ്ടും മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് വീണ്ടും കൊടുത്ത്. ഞാൻ ഒരു വട്ടം നെക്കി, വീണ്ടും ഒരു വട്ടം കൂടി നെക്കി, അബദ്ധം പറ്റി ഗൈസ്. അങ്ങനെ വീണ്ടും മൈക്ക് മ്യൂട്ടായി പോയി. അതുകൊണ്ട് സൗണ്ട് വീണ്ടും കിട്ടിയില്ല. വീണ്ടും വോയിസ് ഓവർ കൊടുക്കേണ്ടി വന്നു. ഐഷന്റെ ഒക്കെ ഡെഡിക്കേഷൻ കണ്ടില്ലേ? എത്ര തണുപ്പായാലും ചോറൊക്കെ വിളമ്പി എല്ലാവർക്കും സെറ്റപ്പ് ആക്കി എല്ലാവർക്കും കൊടുക്കും. അതാണ് എല്ലാവരും എന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് കഴിച്ച് ഒരു മടുപ്പായിട്ടാണ് നമ്മൾ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ഇറങ്ങിയത്, ഒരു പിക്നിക് പോലെ. പിന്നെ ഫ്രണ്ട്സ് ഒന്നും ഇതുവരെ കണ്ടിട്ടില്ലേ? ഫസ്റ്റ് ടൈമാണ് എല്ലാവരും വീഡിയോ വരുന്ന ഇത്ര അധികം ആൾക്കാർ. ഇതൊക്കെയാണ് കണ്ടില്ലല്ലോ. കണ്ടില്ല. ആയിഷ സുബാനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവരൊന്നും കണ്ടിട്ടില്ല. ഇവരൊക്കെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഇരുത്തം തുടങ്ങി. നെയ്ച്ചോറ് എല്ലാവർക്കും വിളമ്പി. പിന്നെ ഞാൻ എല്ലാവർക്കും കറി വിളമ്പി. പിന്നെന്താ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളാണ്. അപ്പോൾ ഞാൻ കുറേ വോയിസ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഞങ്ങൾ നിങ്ങളെ വോയിസ് ഓവർ കൊടുത്ത് മടുക്കും. അതുകൊണ്ട് ബാക്കി ഞങ്ങൾ ഒരു ടൈം ലാപ്സ് ഇട്ട് കാണിച്ചു തരാം. കൈയൊക്കെ നോക്കി ചോന്ന് വന്നത് ഇവിടെ വിറച്ചിട്ട് തണുത്ത് വിറയ്ക്കാണ്. ആയിഷ കണ്ടല്ലേ എത്ര തണുത്താലും തിന്നുന്നുള്ള വാശിയിലാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ എമ്മാരി തണുപ്പറിയോ. ഇതുണ്ടോ ഈ കൈ വിരല് മടങ്ങണ്ടേ? വിരല് മടക്കണ്ടേ? ഇതുണ്ടോ ഓക്കെ, ഒന്നും വിഷയമല്ല. നോട്ട് ശിങ്കൂര് വരല എനിക്ക് തണുത്തിട്ട്. അതാണ്ടാ എന്ത് അതവിടെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൽ 2 പേര് തണുപ്പ് കാരണം ഇതാ ഇപ്പൊ ഒരു ബോട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. കിട്ടോ ഇല്ലയോ എന്നറിയില്ല. 2 മിനിറ്റ് കൊണ്ട് ആ ബോട്ട് പോകും. ഇവിടെ ഓരോരുത്തർ വിറക്കിയാണ്, ഞാനും വിറക്കിയുണ്ട്. നോക്ക്, അപ്പൊ ഇതൊന്ന് വേഗം ക്ലീൻ ചെയ്യട്ടെട്ടാ. നമ്മള് ഭക്ഷണം മൊത്തം കഴിച്ച് അവിടെ ഫുള്ള് വൃത്തിയാക്കിയിട്ടാ. തിരിച്ചു വന്ന വേസ്റ്റ് മൊത്തതാ ശിങ്കു. പിന്നെ ശിങ്കുവിന്റെ ഒരു ഫ്രണ്ട് കൂടി വന്നിട്ടുണ്ട്. ഇതാണ് അമ്പു. അമ്പു അമ്പു വീഡിയോയില് വരാത്തൊരു മനുഷ്യനാണ്. നല്ല നിന്റെ മുഖക്കല്ലേ ശിങ്കു ഓറഞ്ച് കളറ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഗ്രാമത്തിൽ കൂടെ നടക്കുകയാണ്. ഇതൊക്കെ എന്താ അറിയോ, നിങ്ങൾ വിചാരിക്കും പെട്ടിക്കടയാണ്. അല്ല, ഇതിൻ്റെ ഉള്ളിലൊക്കെ വിറകാണ്. തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെടുത്തിട്ട് ഈ പുരക്കാർ കത്തിക്കും. കണ്ടിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പണ്ടത്തെ വണ്ടി. കൊള്ളാം കൊള്ളാം. ഇതല്ലേ നമ്മള് കഴിഞ്ഞ ആഴ്ച പോയ സ്ഥലം? അല്ലല്ലേ അല്ലേ? ഇതൊക്കെ ഇവിടുത്തെ ഫ്ലാറ്റുകളാണ് കേട്ടോ, പണ്ടത്തെ.
ഇതിലൊരു 4-5 കുടുംബം താമസിക്കല്ലോ അല്ലേ? ഞാൻ തള്ളെന്ന് പറയോ? ഒക്കെ അടിപൊളി. ഇതാണ് ഇവിടുത്തെ വയസ്സായ ആൾക്കാർ, ഈ ഗ്രാമത്തിലെ ആൾക്കാരില്ലേന്ന്. ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു ചങ്ങായി പറഞ്ഞു റഷ്യയിലൊക്കെ ഗ്രാമത്തിലൊക്കെ ആൾക്കാർ തീരല്ലേന്ന്. ഇല്ല, നിങ്ങളെന്താ ചിന്തിക്കാത്തത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2 രാജ്യം, ഒന്ന് നമ്മളാ, പിന്നെ ചൈനയും. ബാക്കി എല്ലാ നാട്ടിലും ഇതേപോലെ തന്നെ അവസ്ഥ. ആ, ഒരു മാപ്പ് എടുത്താൽ ഫുള്ള് റഷ്യ, എവിടെ നോക്കിയാലും റഷ്യ. ഇവിടെ റെസിഡൻസിനെ കാണാൻ രാവിലെ 8 മണി തൊട്ട് ഒരു 9 വരെ ഒന്ന് റോട്ടിൽ കൂടെ നടന്നാ മതി. ഇവിടെ എല്ലാരും രാവിലെ എഴുന്നേക്കും, ഫുള്ള് റോട്ടിൽ പഠിക്കാൻ പോവും, പണിക്ക് പോവും. ഇവിടെയുള്ള വുമൻസ് മെൻസ് ഒക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് രാവിലെ എഴുന്നേക്കും. കേറാനൊന്നും പറ്റില്ല എന്നുവെച്ചാൽ ഇവിടെ എല്ലാം ഫുഡ് കഴിച്ചാൽ പിന്നെ പണിയെടുത്തോളൂ. എന്നുവെച്ചാൽ പെർ അവറിനാണ് സാലറി കൊടുക്കുന്നത്. പേടിച്ചോയി ഓലക്ക ഞാൻ കെട്ടിട്ട് നന്നായി. അസ്കി എന്തോ മൈൻഡ് ആക്കല്ലേനെ ഇല്ലേ കടിച്ചാൻ കേട്ടോ. 2 ആളെ കാണാൻ. ഇത് വലിയ ഗ്രാമമാണ് കേട്ടോ, ആ അറ്റത്തൊക്കെ ഇതാ വീട്. പിന്നെ ഒരു കാര്യം പറയട്ടെ, വഴി തെറ്റിയിരിക്കണ്. അപ്പൊ നമ്മള് കിണറിന്റെ അവിടേക്ക് എത്തി. ഇത് കൃഷിയിടാന്ന് തോന്നുന്നു. ഇത് നമ്മള് നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല സ്പോട്ട്. കിണറ് പറയുക വ്യൂവേഴ്സിന്റെ അടുത്ത്. അപ്പൊ നമ്മളൊരു കിണറ് ഫസ്റ്റ് ടൈം ഇൻ റഷ്യ ഒരു കിണറുണ്ടോന്ന് ഒരുപാട് പേര് ചോദിച്ചു. ഇതാണ് കിണർ. ട്രൈ ചെയ്യണോ? ആരാന്റെ കിണറല്ലേ? അടി ഉണ്ടല്ലോ, റഷ്യൻ അടി വേണ്ട. അതെ, ഇത് മഞ്ഞ് കഴിയുമ്പോ ഫ്രോസൺ ആവൂലേ? ആ, അത് വീണ്ടും വില്ലേജിനുള്ളിൽ പോകണേ. മതി കഴിച്ചു. നമുക്കിനി കടേനെ അങ്ങോട്ട് പോവാ. എന്റെ ജോഗ്രഫി മൊത്തം തെറ്റിക്കിടക്കും. 6:40 അപ്പൊ നമ്മളിത് ലാസ്റ്റ് തിരിച്ച് ബോട്ടിലോട്ട് തിരിച്ച് കയറുകയാണ്. പിന്നെ നേരത്തെ ഞങ്ങളെ കൂട്ടാതെ പോയ 2 പേര് ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ബോട്ട് മിസ്സായി. ശ്വാസം മുട്ടുള്ള കൂട്ടത്തില്ല, ഭാവിക്കും തണുപ്പായി സീനായി. ഇങ്ങനെ ശ്വാസം ബ്രീത്തിങ് എടുക്കാൻ പറ്റുന്നില്ല. അടിച്ച് വിട തന്നെ അങ്ങോട്ട്. അല്ല, എല്ലാരും ഡോക്ടർമാരല്ല, അങ്ങോട്ടും കൂടെ നോക്കിയാൽ. ഇന്ന് നല്ല കിട്ടില് ഇതാട്ടോ, സൺസെറ്റ് ആണ്. ഇന്നാണ് ഇവിടെ ഏറ്റവും വെയിലുള്ള ഒരു ദിവസം കാണിക്കുന്നത്. നാളെ മുതൽ മഴയാണ്. അപ്പം ബോട്ട് ഇപ്പോൾ വരും. നമ്മൾക്ക് അവിടെ എത്തിയാൽ മതി. ആ കാണുന്ന നമ്മൾ സ്ഥലം, അവിടെ അങ്ങോട്ടൊരു ബോട്ട് വരണം. എല്ലാം സെറ്റാക്കാം. അപ്പം ഗായ്സ് നമ്മൾ തിരിച്ചു പോവാണ്. ബോട്ട് വന്നിട്ടുണ്ട്. തടുത്തിട്ട് ഒരു രക്ഷയില്ല. വീഡിയോ എടുക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പം നമ്മള് തിരിച്ചു പോകുന്നോണ്ടിരിക്കാണ് കേട്ടോ. അപ്പൊ നമുക്ക് നല്ലൊരു സൺസെറ്റ് കണ്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി. ബോട്ട് തിരിച്ചു വന്ന് ഓൾമോസ്റ്റ് ലൈറ്റായി. നമ്മൾ സിറ്റിയിലോട്ട് വന്നുകൊണ്ടിരിക്കട്ടോ. അപ്പം ഇതാണ് സിറ്റി. ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് കാണാൻ നല്ല ഭംഗിയില്ലേ? എൻ്റെ കാറ്റടിക്കണം, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതാണ് സിറ്റീൻ്റെ വ്യൂ കേട്ടോ. അടിപൊളി അടിപൊളി. ഇപ്പൊ സുഖമൊക്കെ ഇവിടെ വീണ്ടും ഫോട്ടോ എടുത്ത് നിൽക്കുന്നുണ്ട്. നമ്മളെ സിറ്റിയിലോട്ട് പോയിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളി വ്യൂ. ബോട്ടിന്റെ താഴത്തെ പാട്ട് കേട്ടോ. നമുക്കിവിടെ ഒരു പട്ടീനൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട്, നല്ല ക്യൂട്ട് പട്ടി. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. എല്ലാവരും ഒരു ബൈ പറഞ്ഞു. ബൈ ബൈ ബൈ. എടുത്ത ഫോട്ടോസ്, അടിപൊളി ഫോട്ടോസ്. ഇവിടെ അതൊന്നും കാണുന്നില്ല, ഫുള്ള് പ്രകാശമാണ്. പ്രകാശം പരത്തിയേക്കുന്നു. ആ, ഇപ്പൊ സെറ്റ്.
ഐഷ സിനിമ നടിയായി. ഐഷ സിനിമ നടി. പിന്നെ നമ്മള് ഏറ്റവും അടിപൊളിയായത് ഐഷന്റെ ഫോട്ടോയില്. നമ്മൾ സിറ്റിന്റെ അപ്പം ഇനിയൊന്നുമില്ല.